കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ക്രിസ്തു ശുശ്രൂഷകരും കൂടെയാണ് ആയിത്തീരുന്നത്. നമ്മളറിയാതെ സഭയിലൊക്കെ വിശ്വാസികളും ശുശ്രൂഷകരെന്ന് പറയും. അങ്ങനെ വലിയൊരു പ്രയോഗം അപ്പോസ്തല പ്രവർത്തികൾ ആദ്യ നൂറ്റാണ്ടിൽ കാണുന്നില്ല. ചിലരെ പ്രത്യേക ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തു. എല്ലാവരും ശുശ്രൂഷകരാണ്. ചിലരെ പ്രത്യേക ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരിക്കുന്നു. സഭയുടെ മുമ്പിൽ നിൽക്കുന്നവർക്ക് പ്രത്യേക സ്ഥാനമുണ്ട്, വഴി നടത്തുന്നവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. പക്ഷെ എല്ലാവർക്കും ശുശ്രൂഷയുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ആ വേല നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ കഴിവിലോ അല്ലെ കുറേ ബൈബിൾ അറിയാം അത് വെച്ചങ്ങ് ചെയ്യാനൊക്കത്തില്ല. ഓരോ ദിവസവും കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി മുമ്പോട്ട് പോയാലേ പറ്റത്തുള്ളൂ. കർത്താവായ യേശുവിനെ നോക്കിയാലും അപ്പോസ്തലന്മാരെ നോക്കിയാലും അവർ പ്രാർത്ഥനയിൽ ഓരോ ദിവസവും കർത്താവിൽ ആശ്രയിച്ചിട്ടാണ് പോയി ശുശ്രൂഷ ചെയ്ത്. ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുന്നവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായി എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം. കുറേ വചനത്തിൻ്റെ അറിവുകൾ മാത്രം പോരാ, ഓരോ ദിവസവും കർത്താവിനോട് പറ്റിച്ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വേണം ഇറങ്ങിച്ചെന്ന് ശുശ്രൂഷിപ്പാൻ. നമുക്ക് ആ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഈ സന്ദേശത്തിലേക്ക് കടക്കാം. വായിച്ചേ മർക്കോസ് 3:13. You are appointed to be in the presence of the Lord. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്ന് അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ട് നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് ഓർഡറിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞാട്ട്. ഇരിക്കുക, പ്രസംഗിക്കുക, ഭൂതത്തെ പുറത്താക്കുക. പറഞ്ഞാട്ട് പലപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടം പ്രസംഗിക്കാൻ മാത്രമാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് എൻ്റെ ഉള്ളിൽ സംസാരിക്കുന്ന ഒരു കാര്യം, നമുക്കിരിക്കാതെ ഒക്കെ ചിലത് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ഡേഞ്ചർ സോണിലാണ്. സാധിക്കുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ ഡിമ്മാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കർത്താവിൽ ആശ്രയിക്കാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ ചെയ്യാതെ തന്നെ എന്ത് പറ്റുന്നു? ഷൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു അപകടകരമായ സോണിലാണ്. ഇരിക്കാതിരുന്നിട്ടും വലിയ കുഴപ്പമൊന്നും ഇല്ല. യു ആർ ഇൻ എ ഡേഞ്ചർ സോൺ. കാരണം കർത്താവ് പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, എൻ്റെ പിതാവിനെ കാണിച്ചു തന്നിട്ടല്ലാതെ എനിക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിവില്ല. എവിടെ അത് വായിക്കുന്നത്? യോഹന്നാൻ 5:19. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. കർത്താവ് സ്വയം അവതരിപ്പിച്ചത് ഞാനൊരു സീറോയാണ്. എൻ്റെ പിതാവിനെ കൂടാതെ എനിക്ക് ചെയ്യാൻ ഒരു കഴിവില്ല. അതുകൊണ്ടാണ് ഫിലിപ്പിലെ തന്നെത്താൻ ഒഴിച്ചു. തൻ്റെ കഴിവുകൾ മുഴുവൻ എവിടെ വെച്ചു? സ്വർഗത്തിൽ വെച്ചു. എന്നിട്ട് താൻ ഇറങ്ങി വന്നു. നമുക്ക് ഒരു പ്രസംഗം ചെയ്യണമെങ്കിൽ ആദ്യകാലത്ത് സ്റ്റേജ് ഫിയറൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ആദ്യം എഴുന്നേറ്റ സാക്ഷ്യം പറഞ്ഞത്. ആദ്യത്തെ പ്രസംഗം പറയാൻ 10 മിനിറ്റ് പറയാൻ നമ്മൾ 2 മണിക്കൂർ പ്രാർത്ഥിച്ചു കാണും, 3 ദിവസം ഉപവസിച്ച് കാണും. ഇപ്പോൾ അത് പറയാൻ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. പക്ഷെ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പോയിന്റുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമുക്ക് പറഞ്ഞാൽ പോരെ. പക്ഷെ കർത്താവ് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം, ഒന്നും നടക്കത്തില്ല. ഓരോ തവണയും കർത്താവേ ഈ പോയിന്റ് പറയാനല്ല ഞാൻ കയറുന്നു, നീ എന്നെ ഉപയോഗിക്കണം, നീ എൻ്റെ കൂടെ ഉണ്ടാകണം. കൂടെ ഉണ്ട്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ. പക്ഷെ ആ ബോധ്യത്തിൽ അങ്ങനെ ഒരു ട്രസ്റ്റ് ചെയ്യുന്ന ശുശ്രൂഷ നമ്മൾ ചെയ്യണം. പൗലോസ് പറയുമ്പോൾ ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ എന്നെ തന്നെ ക്രൂശിക്കുകയാണ്. അപ്പം
ദൈവാശ്രയം കൂടാതെ എന്തൊക്കെയോ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. കർത്താവ് നമ്മളോട് പറഞ്ഞു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും പറ്റത്തില്ല. എന്താ പറയുക, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചിലതൊക്കെ പറ്റുന്നുണ്ടല്ലോ നമ്മുടെ വിചാരം. അത് വിശ്വാസിക്കും ശുശ്രൂഷകർക്കും മാത്രമൊന്നുമല്ല കേട്ടോ. ഈ ലോകത്തുള്ള മനുഷ്യർ ഒടുവിൽ ഗ്രഹിക്കും, എടാ ദൈവമില്ലാതെ എന്നെ കൊണ്ട് എന്തൊക്കെ നടന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഒടുവിൽ പലരുടെയും ജീവചരിത്രത്തിൻ്റെ ഒടുവ് ആ ചാകാൻ കിടന്നിടൊന്നും എങ്ങും ചരിത്രത്തിലില്ല. അവരെല്ലാം തിരിച്ചറിഞ്ഞിട്ടേ പോവുള്ളൂ, ഞാൻ ഈ ചെയ്തെന്ന് പറയുന്ന ഒന്നുമല്ല. മുഴുവൻ പേരും അവൻ രാജാവായിക്കോട്ടെ, ചക്രവർത്തി ആയിക്കൊള്ളട്ടെ, യാചകനായിക്കോട്ടെ, വലിയവനായിക്കോട്ടെ, ചെറിയവനായിക്കോട്ടെ, അവൻ്റെ മരണത്തിന് മുമ്പ് അവനെ പിടികിട്ടും, ഞാനൊരു ബിഗ് സീറോ ആയിരുന്നു. എന്നെ പിരിഞ്ഞ് മനുഷ്യജാതിക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ആമേൻ. ചെയ്തെന്നാ തോന്നുന്നത്. പിന്നെ ചെയ്തവരുടെ ചരിത്രമൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റോടെ ചെല്ലണമായിരുന്നു. അത് പല ചരിത്രത്തിലും ഇല്ല. അവരൊക്കെ പറയും, ഒന്നും നേടിയില്ല കുഞ്ഞെ, ഞാനൊന്നും. ആ അലക്സാണ്ടർ ചക്രവർത്തി മാത്രമേ പിന്നെയും പറഞ്ഞുള്ളൂ. ലോകം മുഴുവൻ പിടിച്ചടക്കി കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് ഒരു പനി വന്ന് മരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ കൈകൾ രണ്ടും എന്ത് ചെയ്തേക്കണം, ശവപേടകത്തിന് വെളിയിലിട്ടേക്കണം, ലോകം അറിയട്ടെ ഞാനൊന്നും പിടിച്ചടക്കി അല്ല പോകുന്നു. ഇന്നും ചരിത്രം പറയുന്ന പിടിച്ചടക്കിയത് ആരാന്നാണ് പറഞ്ഞ്, അലക്സാണ്ടറാണ്. പക്ഷെ താൻ പറയുന്നു, ഞാനൊന്നും പിടിച്ചടക്കിയില്ല. സ്തോത്രം. കർത്താവിൻ്റെ കയ്യിലെ ആയുധങ്ങളായി നിന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ കയ്യിൽ ഇണങ്ങുന്ന ഒരായുധം, കയ്യിൽ ഇണങ്ങുന്ന ആയുധം നമുക്കുണ്ട്. നമ്മുടെ വീട്ടിൽ ഇണങ്ങുന്ന ആയുധമുണ്ട്, ഇണങ്ങാത്ത ആയുധമുണ്ട്. നിങ്ങളുടെ കൈക്ക് ഇണങ്ങുന്ന പേനായുണ്ട്, ഇണങ്ങാത്ത പേനായുണ്ട്. ചില പേന കയ്യിലെടുത്താൽ അന്നേരം എന്ത് ചെയ്യും, താഴെ വെക്കും. ചിലത് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഇച്ചിരി പഴകിയാലും അതേ നിങ്ങൾ കൊണ്ട് നടക്കുകയുള്ളൂ. ശരിയല്ല ഞാൻ പറഞ്ഞു? ആയതുപോലെ എങ്ങനെയും എടുത്ത് ഉപയോഗിക്കാവുന്നു. അതിനെക്കുറിച്ച് തിമോത്തിയോസിൻ്റെ ലേഖനം പറയുമ്പോൾ 2 തിമോത്തിയോസ് 2:19 വായിക്കുമ്പോൾ, തിമോത്തിയോസ് എന്ന ചെറുപ്പക്കാരനോട് പൗലോസ് ശ്ലീഹ പറയുകയാണ്, നീ ഉടമസ്ഥൻ ഉപയോഗമുള്ള മാനപാത്രമായി, ഉടമസ്ഥൻ്റെ കയ്യിലിണങ്ങുന്ന ഒരു നല്ല വെസലായി തീരണം എന്ന് പറയുകയാണ്. നമുക്ക് വായിക്കാം 2 തിമോത്തി 2:19. ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ടെന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ പാത്രങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചില വീടെന്ന് പറഞ്ഞ ഒരു കൊട്ടാരത്തിൽ പൊൻപാത്രം മുതൽ മൺപാത്രം വരെ ഉണ്ട്. അടുത്ത വാക്യം. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ചിലത് സ്പെഷ്യൽ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പൊൻപാത്രം എല്ലാ ഫങ്ഷനിലും ഉപയോഗിക്കില്ല. രാജാക്കന്മാർക്ക് വിളമ്പണ്ടിപ്പം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അടുത്ത വാക്യം. ഇവയെ വിട്ടകന്ന് പറയുന്നത് ചെറുപ്പക്കാരനോട് പറയുകയാണ്. ടീൻസ് 20s ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവയെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ പറയുന്ന കാര്യങ്ങളെന്നാണ് അതിൻ്റെ അർത്ഥം. അത് താഴെ പറയും. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും വിശുദ്ധം. എല്ലാവരും പറഞ്ഞ വിശുദ്ധം. അവിടെ വിശുദ്ധം എന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കുന്ന വിശുദ്ധിയെക്കുറിച്ചല്ല, സെറ്റ് എപ്പാർട്ട്. അതിനകത്തും പാപം ചെയ്യാത്ത വിശുദ്ധി ഉണ്ടല്ലോ. ഉടമസ്ഥന് വേണ്ടി സ്വയം വേർതിരിഞ്ഞു കൊടുക്കുക. പറഞ്ഞാട്ടെ, ഒക്കുകയാണെ ശുശ്രൂഷയ്ക്ക് വരാമെന്നല്ല, പിന്നെ ആ വിളിയുടെ ബോധ്യമുള്ളവർ ശുശ്രൂഷ കഴിഞ്ഞിട്ടേ വേറെ കാര്യമുള്ളൂ. അതിനായിരിക്കും ഇവിടെ നമ്മളെല്ലാം അഭിഷേകം പ്രാപിച്ചവരാ. നമ്മുടെ ആദ്യത്തെ വിളി ദൈവിക ശുശ്രൂഷയാണ്. അത് കഴിഞ്ഞേ വേറെ ഏതുള്ളൂ. സമയമുണ്ടെങ്കിൽ ഞാൻ ശുശ്രൂഷിക്കാൻ പറ്റോ, ശുശ്രൂഷിക്കാൻ പോവുക, ബാക്കിയെല്ലാം നേരെ നടക്കും. അതിനേറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം സെറ്റ് എപ്പാർട്ട്, വിശുദ്ധം, അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ടത്.
അങ്ങനെ ആയിരിക്കണം നമ്മൾ. ബൈബിളിൽ ഇല്ലാത്ത ചില കാര്യങ്ങളാണെങ്കിലും അവർ വീടും വിറ്റ് എന്ത് ചെയ്യണം? അവിടെ പിന്നെ സ്വന്തം താല്പര്യങ്ങളൊന്നുമില്ല. അതാണ് സെറ്റ് എപ്പാർട്ട് ഫോർ ക്രൈസ്റ്റ്. പ്രൈസ്. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യരുതെന്നല്ല. അതുകൊണ്ടാണല്ലോ ഒരു പടയാളിയും ജീവന കാര്യങ്ങളിൽ കുടുങ്ങിപ്പോരുത്. ജീവന കാര്യങ്ങൾ ചേരുതെന്നല്ല, പിന്നെ എന്ത് ചെയ്യരുത്? കാരണം അതിലും വലിയൊരു മിഷനിലാണ് നീ. അതുകൊണ്ടാണ് കുടുങ്ങരുത്, കുടുങ്ങാൻ സമ്മതിക്കരുത്. ആ മെയിൻ നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ തന്നെ നമ്മൾ നിൽക്കണം. വിശുദ്ധവും പിന്നെ ഇവയെ വിട്ടകന്ന് തന്നെ താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി. അതാണ് ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന, നല്ല വേലയ്ക്കൊക്കെയും റെഡി ആയിരിക്കണം, മാനപാത്രമായിരിക്കും. മൂടില്ലെന്നൊരു പരിപാടിയില്ല. അതാണ് സമയത്തിലും മൂടില്ല. മൂട് തോന്നിയാലും ഇല്ലേലും നീ ശുശ്രൂഷിച്ചേ ഒക്കത്തുള്ളൂ. ആമേൻ. ഒരു പട്ടാളക്കാരൻ എന്ത് പറയാൻ അവകാശമില്ല? ഇന്ന് യുദ്ധം ചെയ്യാനൊരു മൂടില്ലെന്ന് പറയാൻ പറ്റില്ല. അതിനേക്കാൾ ഗൗരവമേറിയ ഒരു സ്ഥാനത്താണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഉടമസ്ഥനുപയോഗവും ആയി മാനപാത്രമായിരിക്കും. ഉറക്കെ പറഞ്ഞ മാനപാത്രം. ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹായെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അനന്യാസിനോട് പറയാണ്, അവനെ ഞാൻ ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ എൻ്റെ നാമത്തെ വഹിപ്പാൻ തിരഞ്ഞെടുത്തൊരു മാനപാത്രമാണ്. മാനപാത്രങ്ങളുമുണ്ട്, സാധാരണ പാത്രങ്ങളുമുണ്ട്. അപ്പം നമുക്കൊരു ഭാഗമുണ്ട് ശുശ്രൂഷയിൽ തിളങ്ങി വരുന്നതിന്, കേട്ടോ. അതാ ഞാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതാണ് പത്രോസൊക്കെ പറയാണ്, മേശമേൽ ശുശ്രൂഷിക്കാൻ ഇവരെ ആക്കിക്കൂ, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. യേശു തമ്പുരാൻ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ഇരുന്നു. പത്രോസ് ഉച്ചയ്ക്ക് വിശന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അതാ കർത്താവ് അടുത്ത ദർശനം കൊടുക്കുകയാണ്. ദൈവസന്നിധിയിൽ ഉറ്റിരിക്കുന്നവന് ശുശ്രൂഷയ്ക്ക് പഞ്ഞം വരില്ല. നമ്മൾ നോക്കിയിരിക്കുക, ദൈവദാസൻ ഇനി എന്നെ എങ്ങോട്ട് വിടും? എങ്ങും വിടണ്ട. നിന്റെ കൈ വന്ന ശുശ്രൂഷ കയറും. നിന്റെ കൈയുടെ കീഴിൽ തകർന്നവർ വിടുതലാവും. ഒരഭിഷിക്തൻ്റെ ശുശ്രൂഷ ആഴ്ചയിൽ വ്യാഴാഴ്ച വൈകിട്ടോ ശനിയാഴ്ച പകലോ അല്ല, 24 മണിക്കൂറും ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെടുന്നൊരു ദൈവ പൈതൽ അവൻ്റെ നിഴല് പോലും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും. ആ ലെവലിലുള്ള ഒരു അനുഭവമാണ് ആത്മാവിൻ്റെ ശുശ്രൂഷ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. അതൊക്കെ സാധ്യതകൾ നിൽക്കുകയല്ലേ, സമയങ്ങൾ കടന്നു പോകല്ലേ, പ്രായം കഴിഞ്ഞു പോകല്ലേ. എൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് അതൊക്കെ ഒന്ന് കാണണമെന്ന് നമ്മുടെ അകത്തൊരു തീഷ്ണത വേണം. പ്രായം പോയിട്ടില്ല അല്ലേ? ആ ആത്മപകർച്ചയെക്കുറിച്ച് പറയുമ്പോൾ പുത്രന്മാരും പുത്രിമാരും പറഞ്ഞിട്ട് നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ആത്മീയ ശുശ്രൂഷയ്ക്ക് നിന്റെ പ്രായം ഒരു വിഷയമല്ല. നിന്റെ സോഷ്യൽ സ്റ്റാൻഡേർഡ് ഒരു വിഷയമല്ല. ദാസന്മാരുടെ മേലും നിന്റെ ജെൻഡർ ഒരു വിഷയമല്ല. സ്ത്രീ പുരുഷ ഭേദമില്ല. നിന്റെ ഏജ് ഒരു വിഷയമല്ല. നീ മുല കുടിക്കുന്നവരുടെ വായിലും കൊടുക്കും. അതാണ് ആത്മാവിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. ഇന്ന് ചിലയിടത്തൊക്കെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതിനുശേഷം ഒരു ബൈബിൾ ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രം ശുശ്രൂഷിച്ചാൽ മതി എന്ന് എത്രയോ വാണ്ടഡ് പരസ്യങ്ങൾ കാണും. ഞാനിവരെ കുറ്റം പറയല്ല. പക്ഷെ ആത്മാവിൻ്റെ ശുശ്രൂഷ, തേജസ്സേറിയ ശുശ്രൂഷ, അതിന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ മതി. ആമേൻ, 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 ആമേൻ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തോത്ര 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 സ്തോത്രം. അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ, ഹല്ലേലൂയ, കൃപാവരത്തിൻ്റെ ശുശ്രൂഷ, അത് നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ കർത്താവിന് ഓരോരുത്തരെയും കയ്യിലെടുക്കാൻ ആഗ്രഹിക്കുക. ദൈവസന്നിധിയിലിരിക്കണം. യു ബി സെപ്പറേറ്റഡ് എന്നാ പറഞ്ഞല്ലേ?
വേർതിരിയണം. അതിലൊന്നാമത്തേത് പ്രാർത്ഥനയിലാണ് വേർതിരിയണം. ജോലി ഉണ്ടെന്നേ, പല തിരക്കുണ്ട്, പക്ഷേ രാത്രിയിൽ, അല്ലെങ്കിൽ ദിവസം ഏറ്റവും നല്ല രാത്രി തന്നെയല്ലേ അപ്പോസ്തലന്മാരും യേശുവൊക്കെ കാണിച്ചത്. അവരെന്ത് ചെയ്തു? രാത്രിയിൽ എന്ത് ചെയ്തു? മാറിയിരുന്നു. വെളുപ്പിനെയോ ലേറ്റ് നൈറ്റോ ദൈവസന്നിധിയിൽ ഇരിക്കണം. ഒരു പാട്ട് കേട്ടു, എന്തേലുമൊക്കെ ഒന്ന് ചെയ്തേ, കുറച്ചു നേരം ഒന്ന് ഇരുന്നേ, കർത്താവിനോടൊന്ന് സംസാരിച്ചേ, പരിശുദ്ധാത്മാവെ എന്നൊക്കെ ഒന്ന് വിളിച്ചേ, യേശുവേ എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, ഞാനിന്ന് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കുഞ്ഞ് അപ്പനോട് സംസാരിക്കുന്ന പോലെ ഒന്ന് സംസാരിച്ചേ, സംഭവം മാറുന്ന കണ്ടോണ്ട്. അങ്ങനെ ചിലരെ നോക്കി കർത്താവ് ഇങ്ങനെ ഇരിക്കുക, എല്ലാവരും ഒന്ന് അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കും. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ ശുദ്ധീകരിക്കുന്നവൻ ഉടമസ്ഥൻ ഉപയോഗവും നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. എന്നിട്ടാണ് പൗലോസ് തിമോഥെയോസിനോട് പറയണം, നീ ചിലത് വിട്ടോടണം. ചെറുപ്പക്കാർ പ്രത്യേകിച്ച് കേൾക്കണം, എല്ലാവർക്കും നമ്മളെല്ലാം വിട്ടോടണം. എന്നാൽ തിമോഥെയോസ് എന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞാണ്, യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും ടീൻസ് ആൻഡ് 20s നിങ്ങൾ അഭിഷേകം പ്രാപിക്കുമ്പോൾ തന്നെ യൗവന സഹജമായ മോഹങ്ങളുണ്ട്, അവയെ എന്ത് ചെയ്യണം? വിട്ടോടണം. പഴയ കാലത്ത് ജോസഫ് തന്നെ ഒരു സ്ത്രീ കടന്നു പിടിക്കാൻ വന്നപ്പോൾ താൻ എന്ത് ചെയ്തു? അവസരത്തിൽ നിൽക്കാതെ താൻ എന്ത് ചെയ്തു? പാപ സാഹചര്യം വിട്ട് താൻ എന്ത് ചെയ്തു? ഓടി. തനിക്ക് ബലമുണ്ടെന്ന് തെളിയിക്കാൻ അവിടെ നിന്നില്ല. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? വേണ്ടാത്ത കാര്യങ്ങളെ വിട്ട് മനഃപൂർവ്വം ഓടണം. ഇഷ്ടമില്ലാത്തത് കാണാനോ കേൾക്കാനോ നമ്മുടെ ജഡം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണം. എനിക്ക് അങ്ങനെയുള്ള ഒന്നും കാണണ്ട, കേൾക്കണ്ട, സംസാരിക്കണ്ട, ചിന്തയിൽ പോലും വരാൻ സമ്മതിക്കരുത്. അങ്ങനെ സെറ്റ് അപ്പാർട്ട്, കൈകൊടുത്തോടെ വേർതിരിക്കുക. അപ്പോൾ വേർതിരിക്കുക എന്ന് പറയാൻ എൻ്റെ മനസ്സിനെ വേർതിരിക്കണം. പറഞ്ഞേ, എന്ത് ചെയ്യണം? എൻ്റെ കണ്ണിനെ എന്ത് ചെയ്യണം? എൻ്റെ ചെവിയെ എന്ത് ചെയ്യണം? എൻ്റെ കാലുകളെ വേർതിരിക്കണം. നമുക്ക് മാത്രമേ കോൺസിക്രേറ്റ് എന്നതിന് പറയുന്നു. ഞാൻ എന്നെ തന്നെ വേറൊരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുക. നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരൊക്കെ ചില പ്രത്യേക കാര്യത്തിന് എടുത്ത് വെച്ചിരിക്കുന്ന കാര്യം നമ്മൾ എടുക്കാൻ പോയത്തെ ഇന്നതിന് വെച്ചിരിക്കുന്ന എന്ന് പറയില്ലേ? അങ്ങനെ ഞാൻ എന്നെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ കർത്താവ് നിന്നെ സെപ്പറേറ്റ് ചെയ്യും. If you separate yourself for the Lord, the Holy Spirit will separate you from other ministers. സാധാരണ മിനിസ്ട്രി അല്ല പിന്നെ നടക്കാൻ പോകുന്നത്. പിന്നെ മാനപാത്രമായിട്ട് നീ അങ്ങോട്ട് മാറുകയാണ്. നമ്മൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ചിലരുമൊക്കെ ആയിട്ടുള്ള രീതികൾ കട്ട് ചെയ്യണം. ചിലപ്പോൾ ശുശ്രൂഷകരായിരിക്കും, വേണ്ടാത്തോ പറയുന്നവരായിരിക്കും, കട്ട് ചെയ്ത് വിടണം. ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങൾക്ക്, പക്ഷെ നിങ്ങളുടെ ആത്മജീവിതത്തിന് അതൊരു സുഖമല്ലെങ്കിൽ കട്ട് ചെയ്ത് വിടണം. പ്രൈസ് ദ ലോർഡ്. പിണങ്ങുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഈ വചനം അവിടെ നിറവേറ്റപ്പെടും. ഉടമസ്ഥനുപയോഗമായ മാനപാത്രമായിരിക്കും. ആകയാൽ തിമോഥെയോസേ, നീ യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും സമാധാനവും ആചരിക്കുക. മനുഷ്യരോട് എന്ത് ചെയ്യണം? വഴക്കുകൂടാതെ സമാധാനം ആചരിക്കണം. ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം ഷണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കുക. കർത്താവിന്റെ ദാസൻ ഷണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. ദോഷം സഹിക്കണം. പരിശുദ്ധാത്മാവിനെ നടത്തിക്കോളും. ഓക്കെ, പരിശുദ്ധാത്മാവായി സംസാരിക്കുന്നു. അതിൽ നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിനായാലും ഇതൊക്കെ ചെയ്യാനും ഒക്കത്തുള്ളൂ. ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിന് ഏറ്റവും മാനപാത്രങ്ങളായി മാറും. ഹല്ലേലൂയ. അപ്പം ഈ ഒരു ആശ്രയം കൂടാതെ ഇപ്പോൾ ചിലത് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡേഞ്ചർ സോണില്ല. നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ്തലപ്രവൃത്തി 27 പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കേട്ടിട്ടും ആ കപ്പലുടമസ്ഥൻ്റെയും മാലുമിയുടെയും വാക്ക് കേട്ട് ശതാധിപൻ പറഞ്ഞു, നമുക്ക് കപ്പൽ വിട്ടു പോയേക്കാം. അവിടെ ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. അവർ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. എന്നിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ കാര്യം സാധിച്ചു എന്ന് വിചാരിച്ചു.
നമുക്കൊക്കെ പറ്റാവുന്നൊരു കുഴപ്പമാണ്, നടക്കുന്നുണ്ടല്ലോ. അവരെന്തോ വിചാരിച്ചു, കാര്യം നന്നായി നടക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ജഡത്തിൽ ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടിട്ടും കുറച്ചൊക്കെ തുഴയാൻ പറ്റുന്നുണ്ടല്ലോ. കുറച്ചൊക്കെ തുഴയാൻ പറ്റും. പക്ഷെ അല്പം കൂടെ മുമ്പോട്ട് പോയപ്പോൾ അതിനെതിരെ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. ഒടുവിൽ മൈക്ക് ഹോളി സ്പിരിറ്റിൻ്റെ കൈ തന്നെ വന്നു. നമ്മൾ മനസ്സിലാക്കണം, ഒന്നും നമ്മളെ കൊണ്ട് നടക്കത്തില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയും. കർത്താവേ, നിൻ്റെ സന്നിധി മതി എനിക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രി മുഴുവൻ പിതാവിനോടൊത്ത് പ്രാർത്ഥനയിൽ ചിലവഴിച്ച കർത്താവായ യേശു, ഞങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തു ശിഷ്യനായ പത്രോസ്, പൗലോസ് പറയുമ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യും. നമ്മൾ ഓരോ ദിവസവും കർത്താവിനോട് പറ്റിച്ചേർന്ന് അനേകർക്ക് വിടുതലും അനുഗ്രഹവും ആകട്ടെ. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസം നിങ്ങൾ കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക മാത്രമല്ല, അനേകർക്ക് കൊടുക്കുവാൻ. സോ യു ആർ ഗോയിങ് ടു ബിക്കം എ ചാനൽ ഓഫ് ബ്ലെസ്സിങ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലൂടെ എന്നിലൂടെ ഒഴുകി നിങ്ങളുടെ ഭവനം ചുറ്റുപാടുള്ളവരൊക്കെ നിറയാൻ പോവുക. എന്തിനാ, നമ്മളെ എതിർക്കുന്നവർ പോലും നമ്മളിലൂടെ അനുഗ്രഹിക്കപ്പെടും. അതാ ക്രിസ്തുവിൻ്റെ മാർഗം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ ശുശ്രൂഷ ഏറ്റവും നന്നായി ചെയ്യുവാൻ ഓരോ ദിവസവും ചെറിയതെന്നോ വലുതെന്നോ ഇല്ലാതെ കർത്താവിൻ്റെ സ്നേഹം അനേകർക്ക് പകർന്നു കൊടുക്കാൻ, ആ ശുശ്രൂഷയുടെ വലിപ്പച്ചെറുപ്പം നോക്കാതെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ദൈവകൃപ കൊണ്ടും അഭിഷേകം കൊണ്ടും നിറയട്ടെ. പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക നൽവരം പകരണമേ. അപ്പോൾ തന്നെ കർത്താവ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു അത്ഭുത വിടുതൽ ആവശ്യമുള്ളവരുണ്ടല്ലോ. നെഞ്ചിന് വലിയ പ്രയാസമായി മുട്ടി നിൽക്കുന്നത് പോലെ, ഒരു എന്തോ പറയുന്നത്, ഹാർട്ടിന് എന്തോ പ്രയാസമായി ഈ നെഞ്ച് ഭാഗം ഇങ്ങനെ പിടിച്ചു കെട്ടിയ പോലെ ഭാരപ്പെടുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. കർത്താവേ, ഈ നിമിഷം തന്നെ അവർ സൗഖ്യമാകുന്നതിനായി നിങ്ങളുടെ കരം വെച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചെവിക്കകത്ത് അതിവേദന എടുക്കുക, ചെവിയിൽ നിന്ന് പഴുപ്പൊലിക്കുക, വല്ലാത്ത ശബ്ദങ്ങൾ, അങ്ങനെ ചെവിയെ കർത്താവ് വിടുവിക്കുന്നുണ്ട്. നിങ്ങളുടെ കരം വെച്ച് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം അവിടെ സൗഖ്യമാകട്ടെ. ഞാൻ പറഞ്ഞത് കൂടാതെ നിങ്ങളുടെ രോഗപ്രയാസമൊന്നും എടുത്ത് പറഞ്ഞില്ലേലും നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ പ്രയാസമുള്ള ഭാഗത്ത് കൈവച്ച് ഇപ്പോൾ യേശുവിൻ്റെ നാമം പറയുമ്പോൾ അത്ഭുത സൗഖ്യമാവും. എൻ്റെ കഴിവോ നിങ്ങളുടെ കഴിവോ അല്ല, കർത്താവിൻ്റെ ശക്തിയാണ്. കർത്താവെ, അങ്ങ് സമീപം ഉണ്ടല്ലോ. ആ കരം വെച്ചിരിക്കുന്നതിൻ്റെ മേലെ അങ്ങയുടെ കരം വെച്ച് പൂർണ്ണ സൗഖ്യം പകരുന്നതിനായി സ്തോത്രം. മദ്യപാനക്കെട്ടുകൾ മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ, ഉറക്കമില്ലായ്മകൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പരീക്ഷയാണല്ലോ. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ മേൽ പ്രത്യേകം കൃപ തരണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി നന്മകളാൽ നിറയ്ക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.